ഒരു പുരുഷന്റെ ശരീരത്തിൽ ഏറ്റവും അധികം ലൈംഗിക വികാരം ഉണർത്തുവാൻ കഴിവുള്ള അവയവമാണ് അവൻ്റെ ലിംഗം എന്ന് പറയുന്നത്. ആ ലിംഗത്തിൻ്റെ അഗ്രഭാഗത്തും അടിവശത്തുമൊക്കെയാണ് ലൈംഗിക വികാരം ഉണർത്തുവാൻ കഴിവുള്ള ഏറ്റവും അധികം നെർവ് എൻഡിങ്സുകൾ സ്ഥിതി ചെയ്യുന്നത്. അപ്പം അതുകൊണ്ടാണ് ഒരു പുരുഷന് അവൻ്റെ പങ്കാളിയോടും അല്ലെങ്കിൽ മറ്റ് സ്ത്രീകളോടുമൊക്കെ ഒരു ലൈംഗിക താല്പര്യം ഉണ്ടാകുന്നത്. അപ്പം ഈ നെർവ് എൻഡിങ്സുകളുടെ വികാരം നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഒരു പുരുഷന് അവൻ്റെ പങ്കാളിയോടോ അല്ലെങ്കിൽ മറ്റ് സ്ത്രീകളോടോ ഒന്നും സെക്സിൽ ഏർപ്പെടാനുള്ള ഒരു താല്പര്യം പോലും ഉണ്ടാകത്തില്ല. പക്ഷേ നിർഭാഗ്യവശാൽ പല പുരുഷന്മാർക്കും എന്തുകൊണ്ടാണ് അവരുടെ ലൈംഗിക വികാരം നഷ്ടമാകുന്നത് എന്ന് പലപ്പോഴും മനസ്സിലാകാറില്ല. ഇതിൻ്റെ ഒരു പ്രധാന കാരണം നമ്മളാരും തന്നെ ഇതിനെപ്പറ്റി പഠിക്കുകയോ അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞു തരികയോ ഒന്നും ചെയ്യാറില്ല എന്നുള്ളത് കൊണ്ടാണ്. ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയുടെ ലക്ഷ്യം എന്തുകൊണ്ടാണ് പല പുരുഷന്മാർക്കും അവരുടെ ലിംഗത്തിൻ്റെ ലൈംഗിക വികാരം അവരറിയാതെ തന്നെ നഷ്ടമാകുന്നതെന്നും അതിൻ്റെ പിന്നിലുള്ള ചില കാരണങ്ങളെ പറ്റിയുമാണ്. ഈ ഒരു വിഷയത്തെപ്പറ്റി ഇന്ന് നമ്മളോടൊപ്പം സംസാരിക്കാൻ ചേരുന്നത് ഡോക്ടർ കൈൽ സ്റ്റീഫൻസൺ ആണ്. ഡോക്ടർ കൈൽ അമേരിക്കയിലെ സേവിയർ യൂണിവേഴ്സിറ്റിയിലെ അസോസിയേറ്റ് സൈക്കോളജി പ്രൊഫസറും യൂണിവേഴ്സിറ്റിയുടെ സെക്ഷുവാലിറ്റി ആൻഡ് റിലേഷൻഷിപ്സ് ലാബിൻ്റെ ഡയറക്ടറുമാണ്. അധ്യാപക ജോലിയും റിസർച്ചിനോടുമൊപ്പം തന്നെ ഡോക്ടർ കൈൽ ലൈംഗിക പ്രശ്നങ്ങൾ നേരിടുന്ന ദമ്പതികൾക്കും വ്യക്തികൾക്കുമൊക്കെ കൗൺസിലിങ്ങിനും തെറാപ്പിയും നൽകുന്ന ഒരു സെക്സ് തെറാപ്പിസ്റ്റ് കൂടിയാണ്. നമസ്കാരം, എൻ്റെ പേര് സംഗീത് സെബാസ്റ്റ്യൻ. ഞാനൊരു സെക്ഷുവാലിറ്റി റൈറ്ററും സെക്സ് എഡ്യൂക്കേറ്ററുമാണ്. അപ്പോൾ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. പുരുഷന്മാർ ചെറുപ്പത്തിലെ ശീലിച്ചു വരുന്ന ചില സ്വയംഭോഗ ശൈലികൾ അവരുടെ ഭാവി ദാമ്പത്യ ബന്ധത്തിൽ ലൈംഗിക ബുദ്ധിമുട്ടുകളിലേക്ക് വഴിതെളിക്കുമെന്ന് ആദ്യമായിട്ട് ഒരു ഗവേഷണം നടത്തി വൈദ്യശാസ്ത്ര ലോകത്തോട് പറഞ്ഞ വ്യക്തികളിൽ ഒരാളായിരുന്നു ഹാർവേഡ് ട്രെയിൻഡ് സെക്സ് തെറാപ്പിസ്റ്റും നമ്മളുടെ വിവോക്സിൻ്റെ സഹസ്ഥാപകനുമായ ഡോക്ടർ ലോറൻസ് ഐസാങ്ക്. അദ്ദേഹത്തിൻ്റെ 1998 പബ്ലിഷ് ചെയ്ത ജേർണൽ ഓഫ് സെക്സ് ആൻഡ് മാരിറ്റൽ തെറാപ്പി എന്ന് വിളിക്കുന്ന മെഡിക്കൽ ജേർണലിൽ പബ്ലിഷ് ചെയ്ത ട്രോമാറ്റിക് മാസ്റ്റർബേറ്ററി സിൻഡ്രം എന്ന് പറയുന്ന ഒരു സ്വയംഭോഗ ശൈലി മൂലം ഉണ്ടാകുന്ന ലൈംഗിക ബുദ്ധിമുട്ടാണ് ഇന്ന് ലോകമെമ്പാടും പ്രോൺ മാസ്റ്റർബേഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ ആ ഒരു ഗവേഷണത്തെ തുടർന്ന് കൂടുതൽ പഠനങ്ങൾ ഉണ്ടാവുകയും 2010 ശേഷം നടത്തിയ പല പഠനങ്ങളും പുരുഷന്മാരുടെ സ്വയംഭോഗ ശൈലി കാരണം ഉണ്ടാകുന്ന ലൈംഗിക ബുദ്ധിമുട്ടുകളെപ്പറ്റി ആവർത്തിച്ച് പറയുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ഇന്ത്യയിലെയോ കേരളത്തിലെയോ ഒക്കെ ലൈംഗികതയെപ്പറ്റി സംസാരിക്കുന്ന ഒട്ടുമിക്ക ഡോക്ടർമാരും പുരുഷന്മാരിലെ ഉദാഹരണ പ്രശ്നങ്ങളെപ്പറ്റി സംസാരിക്കുമ്പോൾ ഈ സ്വയംഭോഗ ശൈലി മൂലം ഉണ്ടാകുന്ന ഉദാഹരണ പ്രശ്നങ്ങളെപ്പറ്റി അവർ സംസാരിക്കാറില്ല. അവർ ഉദാഹരണ പ്രശ്നങ്ങളെപ്പറ്റി പറയുമ്പോൾ പ്രധാനമായിട്ടും സംസാരിക്കുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഇതിൽ ആദ്യത്തേത് അസുഖങ്ങൾ കാരണം ഉണ്ടാകുന്ന ഉദാഹരണ പ്രശ്നങ്ങളാണ്. അതായത് ഡയബറ്റിക്സ്, കൊളസ്ട്രോൾ, ബ്ലഡ് പ്രഷർ തുടങ്ങിയ രോഗങ്ങൾ കാരണം ഉണ്ടാകുന്ന ഉദാഹരണ പ്രശ്നങ്ങൾ. 2, മാനസികമായിട്ടുള്ള പ്രയാസങ്ങൾ കാരണം ഉണ്ടാകുന്ന ഉദാഹരണ പ്രശ്നങ്ങൾ. അപ്പം ഈ 2 ഉദാഹരണ പ്രശ്നങ്ങൾക്കും ഒട്ടുമിക്ക ഡോക്ടർമാരും മരുന്നുകളും മറ്റും നൽകിയാണ് ചികിത്സിക്കാറ്. എന്നാൽ സ്വയംഭോഗ ശൈലി മൂലം ഉണ്ടാകുന്ന ഉദാഹരണ പ്രശ്നങ്ങൾക്ക് നിങ്ങളൊരു മരുന്ന് കഴിക്കേണ്ട ആവശ്യമൊന്നും പലപ്പോഴും ഉണ്ടാകാറില്ല. മാത്രവുമല്ല, പല കേസുകളിലും ഈ മരുന്ന് കഴിക്കുന്നത് കൊണ്ട്, അതായത് SSRIയും വൈഗ്രയും പോലെയുള്ള മരുന്നുകൾ കഴിക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് യാതൊരു പ്രയോജനവും ഉണ്ടാകത്തില്ല. ഈ ഒരു തിരിച്ചറിവിൽ നിന്നാണ് ഇന്ന് വൈദ്യശാസ്ത്രം പോലും പറയുന്നത് ലൈംഗിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി, സ്ത്രീകളിലും പുരുഷന്മാരിലുമുള്ള ലൈംഗിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി നിങ്ങളൊരു ഡോക്ടറിനടുക്കെ പോയി മരുന്ന് കഴിക്കുകയോ ഇഞ്ചക്ഷൻ ചെയ്യുകയോ സർജറി ചെയ്യുകയോ ഒന്നും ആവശ്യമില്ല എന്ന്. ഉദ്ധാരണ പ്രശ്നങ്ങൾ, ശീഘ്രസ്ഖലനം, ലൈംഗിക പ്രവൃത്തിയിൽ തീരെ താല്പര്യമില്ലാതാകുന്ന അവസ്ഥ എന്ന് തുടങ്ങി ഒട്ടുമിക്ക ലൈംഗിക പ്രശ്നങ്ങളും നിങ്ങൾക്ക് ഒരു വൈദ്യസഹായം ഇല്ലാതെ സൈക്കോ തെറാപ്പിയിലൂടെ മാത്രം, അതായത് ഒരു കൗൺസിലിങ്ങിലൂടെ മാത്രം പരിഹരിക്കാൻ പറ്റും. കാരണം ഈ ലൈംഗിക പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ നിങ്ങൾക്ക് വേണ്ടത് സമഗ്ര ലൈംഗിക വിദ്യാഭ്യാസത്തിലുള്ള ഒരു പരിജ്ഞാനവും തുറന്ന സംഭാഷണവും മാത്രം മതി. അതുകൊണ്ട് തന്നെ കേരളത്തിലെയും ഇന്ത്യയിലെയും ഒക്കെ ഒട്ടുമിക്ക ഡോക്ടർമാർക്കും അവരുടെ മെഡിക്കൽ കരിക്കുലത്തിൻ്റെ ഭാഗമായിട്ട് ഇന്നും ഒരു സമഗ്ര ലൈംഗിക വിദ്യാഭ്യാസം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക ലൈംഗിക പ്രശ്നങ്ങൾക്കും, അതായത് ഏകദേശം 80 മുതൽ 90% വരെയുള്ള ലൈംഗിക പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം നിർദ്ദേശിക്കാനുള്ള ഒരു യോഗ്യത അവർക്കില്ല. ഈ ഒരു വസ്തുത സ്വന്തം ജീവിതാനുഭവത്തിൽ നിന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷം തുടങ്ങിയ ഒരു പ്ലാറ്റ്ഫോമാണ് വിവോക്സ്. അതുകൊണ്ട് തന്നെയാണ് വിവോക്സ് കേരളത്തിലെയോ ഇന്ത്യയിലെയോ ഒന്നും ഡോക്ടർമാരെ ഇൻ്റർവ്യൂ ചെയ്യാതെ ഈ ഒരു മേഖലയിൽ ഇന്ന് വളരെയധികം ഗവേഷണങ്ങൾ നടക്കുന്ന രാജ്യങ്ങളിലെ എക്സ്പേർട്ടുകളുമായിട്ട് ഒരു സംഭാഷണം നടത്തുന്നത്. അപ്പോൾ ആ ഒരു ദൗത്യം വിജയിക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളുടെ സഹായം കൂടിയേ തീരൂ. കാരണം വിവോക്സ് വളരുന്നതിനനുസരിച്ച് ലോകത്തിലെ തന്നെ പ്രസിദ്ധരായിട്ടുള്ള എക്സ്പേർട്സുകളെ എനിക്ക് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി എപ്പോഴാണ് ലൈംഗിക ബുദ്ധിമുട്ടുകൾക്കൊരു വൈദ്യസഹായം ആവശ്യമായിട്ട് വരുന്നത്? നിങ്ങളൊരു പ്രോസ്റ്റേറ്റ് ക്യാൻസർ അതിജീവിച്ച ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ ഉദാഹരണ പ്രശ്നം നേരെയാക്കുവാൻ ഒരു വൈദ്യസഹായം കൂടിയേ തീരൂ. അതൊഴിച്ച് ബാക്കിയുള്ള എല്ലാ ലൈംഗിക പ്രശ്നങ്ങളും ഒരു വൈദ്യസഹായം ഇല്ലാതെ തന്നെ മറ്റു മാർഗങ്ങളിലൂടെ നിങ്ങൾക്ക് പരിഹരിക്കാൻ പറ്റും എന്നാണ് ഇന്ന് പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. ഇതിൽ എടുത്തു പറയേണ്ട 2 മാർഗങ്ങൾ കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പിയും മൈൻഡ്ഫുൾനെസ് തെറാപ്പിയുമാണ്. എന്താണ് ഈ കോഗ്നിറ്റീവ് തെറാപ്പിയും മൈൻഡ്ഫുൾനെസ് തെറാപ്പിയും ഒക്കെ? നമ്മളുടെ മനസ്സിൽ ലൈംഗികതയെപ്പറ്റി കൾച്ചറും മതവിശ്വാസങ്ങളും ഒക്കെ ഉണ്ടാക്കിയ സദാചാര കഥകളും കെട്ടുകഥകളും ഒക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് ലൈംഗികതയെ നിഷ്പക്ഷമായിട്ടും മുൻവിധികളില്ലാതെയും ഒക്കെ കാണുവാൻ കഴിവുണ്ടാക്കുന്ന മാർഗങ്ങളാണ് ഈ കോഗ്നിറ്റീവ് തെറാപ്പിയും മൈൻഡ്ഫുൾനെസ് തെറാപ്പിയും ഒക്കെ.
ഈ രണ്ട് മാർഗ്ഗങ്ങളും നിങ്ങൾക്ക് ഒരു ലൈംഗിക വിദ്യാഭ്യാസം കൂടെ ഉണ്ടെങ്കിൽ ഒട്ടുമിക്ക ലൈംഗിക പ്രശ്നങ്ങളും നിങ്ങൾക്ക് ഒരു വൈദ്യസഹായം ഇല്ലാതെ തന്നെ പരിഹരിക്കാൻ പറ്റും എന്നാണ് ഞാൻ ഉൾപ്പെടെയുള്ള എക്സ്പേർട്ടുകൾ പങ്കെടുത്ത ഈ അടുത്തിടയ്ക്ക് സമാപിച്ച സെക്ഷൽ മെഡിസിൻ്റെ ഇന്റർനാഷണൽ കമ്മിറ്റിയും വ്യക്തമാക്കിയത്. ഇതുതന്നെയാണ് കാമസൂത്രം സമാഹരിച്ച വത്സായന മഹർഷിയും 3-ാം നൂറ്റാണ്ടിൽ പറഞ്ഞത്. ചില സ്വയംഭോഗ ശൈലികൾ പുരുഷന്മാരിൽ അവരുടെ ഭാവി ദാമ്പത്യ ബന്ധത്തിൽ ലൈംഗിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും എന്ന് തെളിയിക്കുന്ന പഠനങ്ങൾ ഇന്ന് വർദ്ധിച്ചു വരികയാണ്. ഈ ഒരു പ്രശ്നം ഞാൻ എൻ്റെ അടുക്കൽ കൗൺസിലിങ്ങിനും തെറാപ്പിക്കും ഒക്കെ വരുന്ന പുരുഷന്മാരിലും കാണാറുള്ള ഒരു കാര്യമാണ്. ഈ പ്രോൺ മാസ്റ്റർബേഷൻ പോലെ തന്നെ പുരുഷന്മാരിൽ വളരെയധികം ഉദ്ധാരണ പ്രശ്നങ്ങളും മറ്റ് ലൈംഗിക ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു സ്വയംഭോഗ ശൈലിയാണ് ഈ ഡെത്ത് ഗ്രിപ്പ് സിൻഡ്രം എന്ന് പറയുന്നത്. ഈ പ്രോൺ മാസ്റ്റർബേഷൻ എന്ന് പറയുന്ന സ്വയംഭോഗ ശൈലി മെത്തയിൽ കമിഴ്ന്ന് കടന്നുകൊണ്ട് ചെയ്യുന്ന ഒരു സ്വയംഭോഗ പ്രവൃത്തിയാണെങ്കിൽ ഈ ഡെത്ത് ഗ്രിപ്പ് സിൻഡ്രം എന്ന് പറയുന്നത് കൈ ഉപയോഗിച്ച് വളരെയധികം സമ്മർദ്ദം ചെലുത്തി ചെയ്യുന്ന ഒരു സ്വയംഭോഗ ശൈലിയാണ്. ഈ രണ്ട് സ്വയംഭോഗ ശൈലികളുടെയും പ്രശ്നം അത് നിങ്ങളുടെ ലിംഗത്തിന് ആ ലൈംഗിക വികാരം ഉണർത്തുന്ന നെർവുകൾക്ക് ഒരു ക്ഷതമുണ്ടാക്കുകയും അത് പിന്നീട് ഒരു ഉദാഹരണ പ്രശ്നമായിട്ട് മാറുകയും പിന്നീട് നിങ്ങൾക്ക് നിങ്ങളുടെ പങ്കാളിയുമായിട്ടോ അല്ലെങ്കിൽ മറ്റ് സ്ത്രീകളുമായിട്ടോ ഒക്കെ ഒരു ലൈംഗിക താല്പര്യം ഇല്ലാതാകുന്ന ഒരു അവസ്ഥയിലോട്ട് നയിക്കുകയും ഒക്കെ ചെയ്യും. എങ്ങനെയാണ് ഈ പ്രോൺ മാസ്റ്റർബേഷനും അല്ലെങ്കിൽ ഡെത്ത് ഗ്രിപ്പ് സിൻഡ്രോം പോലെയൊക്കെയുള്ള സ്വയംഭോഗ ശൈലികൾ നിങ്ങളുടെ പങ്കാളിയുമായിട്ടോ അല്ലെങ്കിൽ മറ്റ് സ്ത്രീകളുമായിട്ടോ ഒരു സെക്സിൽ ഏർപ്പെടാനുള്ള ഒരു താല്പര്യം ഇല്ലാതാക്കുന്നത്? ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഒരു പുരുഷന്റെ ശരീരത്തിൽ ഏറ്റവും അധികം ലൈംഗിക വികാരം ഉണർത്തുവാൻ കഴിവുള്ള ഒരു അവയവം എന്ന് പറയുന്നത് അവൻ്റെ ലിംഗമാണ്. ആ ലിംഗത്തിൻ്റെ അഗ്രഭാഗത്തും അതിൻ്റെ അടിവശത്തും ഇംഗ്ലീഷിൽ ഗ്ലാൻസ് പീനിസ് എന്നും ഫ്രെനലും എന്നൊക്കെ പറയുന്ന ഭാഗത്താണ് ആ പുരുഷന് ലൈംഗിക വികാരം ഉണർത്തുവാൻ കഴിവുള്ള ഏറ്റവും അധികം നെർവ് എൻഡിങ്സുകൾ സ്ഥിതി ചെയ്യുന്നത്. ഈ ഒരു ലൈംഗിക വികാരമാണ് ഒട്ടുമിക്ക പുരുഷന്മാർക്കും അവരുടെ പങ്കാളിയുമായിട്ടോ അല്ലെങ്കിൽ മറ്റ് സ്ത്രീകളുമായിട്ടോ ഒക്കെ ഒരു ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാനുള്ള ഒരു താല്പര്യം ഉണർത്തുന്നത്. അപ്പം സ്വാഭാവികമായിട്ടും ഇവിടെ ആ നെർവുകൾക്ക് ഒരു ക്ഷതം സംഭവിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ലൈംഗിക താല്പര്യം ഉണരില്ല. അപ്പോൾ ഇത് പരിഹരിക്കാൻ നിങ്ങൾക്കൊരു ഡോക്ടറിൻ്റെ അടുത്ത് പോയി മരുന്ന് കഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആ ലിംഗത്തിന് നഷ്ടപ്പെട്ടു പോയ ആ ലൈംഗിക വികാരം ശരിയായ രീതിയിലുള്ള ഒരു സ്വയംഭോഗത്തിലൂടെ തിരികെ കൊണ്ടുവന്നാൽ മാത്രം മതി. എന്താണ് ശരിയായ രീതിയിലുള്ള സ്വയംഭോഗ ശൈലി എന്ന് മനസ്സിലാക്കാൻ കൂടുതൽ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ കാണാവുന്നതാണ്. പക്ഷേ ഇവിടുത്തെ പ്രധാന പ്രശ്നം ഡോക്ടർമാർക്കും ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റും ഉൾപ്പെടെയുള്ള എക്സ്പേർട്ടുകൾക്ക് അവരുടെ കരിക്കുലത്തിൻ്റെ ഭാഗമായിട്ട് ഒരു ലൈംഗിക വിദ്യാഭ്യാസത്തിൽ ട്രെയിനിങ് ലഭിക്കാത്തത് കൊണ്ട് തന്നെ ഇവർക്ക് സ്വയംഭോഗത്തെപ്പറ്റി സംസാരിക്കുന്നത് തന്നെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം ഇവിടെ ഈ എക്സ്പേർട്ടുകളുടെ ലൈംഗികതയെ പറ്റിയുള്ള ഒരു കാഴ്ചപ്പാടിനാണ് ആദ്യമേ മാറ്റം വരേണ്ടത്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു ഡോക്ടർ ആയതുകൊണ്ടോ MBBSും MDയും ഒക്കെ നേടിയതുകൊണ്ടോ പേരിൻ്റെ അറ്റത്ത് A മുതൽ Z വരെയുള്ള ആൽഫബറ്റുകൾ നിർത്തി വെച്ചതുകൊണ്ടോ ഒന്നും നിങ്ങൾക്ക് ലൈംഗികതയെപ്പറ്റി കൾച്ചറും മതവിശ്വാസങ്ങളും ഒക്കെ ഉണ്ടാക്കിയ പാപബോധവും നാണക്കേടുമൊന്നും ഇല്ലാതാകത്തില്ല. അത് നിങ്ങളുടെ മെഡിക്കൽ പ്രാക്ടീസിൻ്റെ ഭാഗമായിട്ടും ലൈംഗികതയെ പറ്റിയുള്ള സംഭാഷണത്തിൻ്റെ ഭാഗമായിട്ടും ഒക്കെ പ്രകടമാകുകയും ചെയ്യും. ഈ കയ്യിൽ ചുറ്റികയുള്ള ഒരു ആശാരി തറയ്ക്കാൻ ആണി തേടി നടക്കും എന്ന് പറഞ്ഞതുപോലെയാണ് ഇവരുടെ കാര്യം. കാരണം അവർക്കറിയാവുന്നത് മരുന്ന് എഴുതി കൊടുത്തും ഇഞ്ചക്ഷൻ ചെയ്തും സർജറി നടത്തിയും ഒക്കെ രോഗങ്ങൾ ചികിത്സിക്കാനാണ്. അത് അവർ പ്രയോഗിക്കും ആ ലൈംഗിക പ്രശ്നവുമായിട്ട് വരുന്ന വ്യക്തിക്ക് ആവശ്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ. അപ്പം ഇവിടെ ആദ്യം വേണ്ടത് ഈ ഡോക്ടർമാർക്ക് ലൈംഗികത എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തിൻ്റെ ഭാഗമാണ് എന്ന് പുരാതന ഭാരതത്തിൽ ഉണ്ടായിരുന്ന പോലെയുള്ള ഒരു തിരിച്ചറിവാണ്. മാത്രവുമല്ല ഈ ഒരു മേഖലയിൽ നടക്കുന്ന പുതിയ റിസർച്ചുകൾ ഈ ഡോക്ടർമാരൊന്നും തന്നെ വായിച്ചു പഠിക്കുന്ന ഒരു ശീലവും ഇല്ലാത്തത് കൊണ്ട് ഇത് നിങ്ങൾ അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ സമ്മതിച്ചു തരത്തുമില്ല. ഈ പ്രോൺ മാസ്റ്റർബേഷനും ഡെത്ത് ഗ്രിപ്പ് സിൻഡ്രോം പോലെയുള്ള സ്വയംഭോഗ ശൈലികളൊന്നും ഒരു പ്രശ്നമേ അല്ല എന്ന് വളരെ ശക്തമായിട്ട് എന്നോട് വാദിക്കുകയും തർക്കിക്കുകയും ഒക്കെ ചെയ്ത പല യൂറോളജിസ്റ്റുകളും സൈക്കാട്രിസ്റ്റുമാരും ഉണ്ട്. അതിൻ്റെ കാരണമായിട്ട് അവർ പറഞ്ഞത് അവരുടെ മെഡിക്കൽ കരിക്കുലത്തിൻ്റെ ഭാഗമായിട്ട് അവർ ഇതിനെപ്പറ്റി ഒന്നും പഠിച്ചിട്ടില്ല എന്നായിരുന്നു. ഈ സെക്സ് സയൻസ് എന്ന് പറയുന്നത് വളരെ ഇവോൾവിംഗ് ആയിട്ടുള്ള വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സയൻസാണ്. അവിടെ നിങ്ങൾക്ക് വേണ്ടത് നിരന്തരം പഠിച്ചുകൊണ്ടിരിക്കാനുള്ള ഒരു മനസ്സാണ്. നിർഭാഗ്യവശാൽ നമ്മളുടെ സമൂഹത്തിൽ ഈ പഠിപ്പിക്കാനും തിരുത്താനും പറ്റാത്ത രണ്ട് വിഭാഗം ആളുകളാണുള്ളത്. ഒന്ന് അധ്യാപകർ, രണ്ട് ഡോക്ടർമാർ. ഇവർക്ക് രണ്ടു പേർക്കും ബാക്കിയുള്ളവരെ പഠിപ്പിച്ചും അനുസരിപ്പിച്ചും മാത്രമാണ് ശീലം. പുരുഷന്മാരുടെ സ്വയംഭോഗ ശൈലി മൂലമുണ്ടാകുന്ന ലൈംഗിക ബുദ്ധിമുട്ടുകൾ അവരുടെ ഭാവി ദാമ്പത്യ ബന്ധം കുളമാക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ ചെറുപ്പം മുതൽ തന്നെ ഒരു സമഗ്ര ലൈംഗിക വിദ്യാഭ്യാസം വളരെ ആവശ്യമാണ്. കാരണം ആ ഒരു ലൈംഗിക വിദ്യാഭ്യാസം ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ അവരുടെ ഭാവി ദാമ്പത്യ ബന്ധത്തിൽ ഉറപ്പായിട്ടും ഉണ്ടാകാൻ സാധ്യതയുള്ള ലൈംഗിക ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുവാൻ അവർ മുൻകൈയെടുക്കില്ല. കാരണം അവർക്കതിനെപ്പറ്റി ഈ ഡോക്ടർമാരുടെ കാര്യം പറഞ്ഞതുപോലെ എങ്ങനെയാണ് സംസാരിക്കേണ്ടത് എന്ന് അറിയാൻ പാടില്ലാത്ത ഒരു അവസ്ഥയുണ്ടാവുകയും ആ ദാമ്പത്യ ബന്ധം തന്നെ ശിഥിലമാവുകയും ഒക്കെ ചെയ്യും. അതുകൊണ്ടാണ് വിവരമുള്ളവർ ആവർത്തിച്ച് പറയുന്നത് ലൈംഗികതയിൽ കുട്ടികളെ പഠിപ്പിക്കേണ്ടത് സദാചാര ബോധമല്ല ഉത്തരവാദിത്ത ബോധമാണ് എന്ന്. അപ്പോൾ ഒരു പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. So until next time, this is Sangeet Sebastian signing off for VVox. Just sex, no shame.